ക്രൂരതയുടെ ആൾരൂപമായി തിരശീലയിൽ നിറഞ്ഞാടിയ നടനാണ് ബാലൻ കെ നായർ. അറുകൊലയും കൊള്ളയും പീഡനവും തീവെപ്പും തട്ടിക്കൊണ്ടുപോവലും കണ്ണു ചൂഴ്ന്നെടുക്കലും ഒക്കെയായി വിലസുന്ന ക്രൂരൻ. തലയറുത്തിട്ടാൽ വാലു പിടയ്ക്കുന്ന സ്വഭാവം. ബാലൻ കെ നായരുടെ ചിരി പോലും കുടിലത തോന്നിക്കുന്നതായിരുന്നു. വില്ലൻ ചിരിയുടെ പ്രതീകമായി നാം ഇപ്പോഴും കാണുന്നത് ബാലൻ കെ നായരുടെ ആ ചിരിയാണ്. കാമവും ക്രൗര്യവും അയാളുടെ മുഖത്ത് പെട്ടെന്നു പരക്കും. ചിരിക്കുമ്പോൾ കണ്ണുകൾ വല്ലാതെ ചെറുതാവും. വില്ലൻ വേഷങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കിയ പോലെ തോന്നിച്ചു അയാളെ. പക്ഷേ പിന്നീട് വേഷങ്ങളുടെ അതിരുകളെല്ലാം നിഷ്പ്രയാസം അയാൾ വകഞ്ഞുമാറ്റി. ചതിയനെയും കൊലപാതകിയെയും വേട്ടക്കാരനെയും കെട്ടിയാടിയ ദേഹം അതേ ലാഘവത്തോടെ നിസ്സഹായനെയും ദയാലുവിനെയും എടുത്തണിഞ്ഞു. ഇത്രയും വിരുദ്ധമായ സ്വഭാവവിശേഷങ്ങൾ ഒരുപോലെ ആവിഷ്കരിച്ച നടന്മാർ മലയാളത്തിൽ വിരളമാണ്. അതുതന്നെയാണ് ബാലൻ കെ നായർ ഇന്നും ഒരേ സമയം പേടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ഓർമ്മയായി നമ്മുടെ മനസ്സിൽ നിറയുന്നത്. വില്ലൻ വേഷത്തിൽ തകർത്തഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഓപ്പോളിലെ വേഷം ബാലൻ കെ നായരെ തേടിയെത്തുന്നത്. പുറമെ പരുക്കൻ, അകമേ ശുദ്ധൻ. വ്യക്തിത്വത്തിലെ ഈ പ്രത്യേകതയാണ് ബാലൻ കെ നായർക്ക് ഓപ്പോളിലെ എക്സ് മിലിറ്ററിക്കാരന്റെ വേഷം നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട്. ഒറ്റത്തടിയായി ജീവിക്കുന്ന പരുക്കനായ മുൻ പട്ടാളക്കാരൻ പൂ പോലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. പ്രായത്തിൽ വളരെ അന്തരമുണ്ട് അവർ തമ്മിൽ. മധ്യവയസ്കന്റെ ആർത്തി പൂണ്ട കാമവും പട്ടാളക്കാരന്റെ ചിട്ടകളും മലനിരയിൽ ചോരനീരാക്കി പണിയെടുക്കുന്ന ഒരു കർഷകന്റെ പ്രതീക്ഷാനിർഭരമായ ജീവിതവും എല്ലാം നിറഞ്ഞതായിരുന്നു ആ കഥാപാത്രം. ചെറിയ ചലനങ്ങളിൽ പോലും കൃത്യതയാർന്ന അഭിനയം കാഴ്ചവെച്ച ബാലൻ കെ നായർ രാജ്യത്തെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ബാലൻ കെ നായരെ കൂടുതൽ വ്യത്യസ്തമായ വേഷങ്ങളിലാണ് നാം കണ്ടത്. ഈ നാടിലെ സഖാവ് കൃഷ്ണപിള്ള, TP ബാലഗോപാലൻ MAയിലെ നായികയുടെ അച്ഛൻ, ആൾക്കൂട്ടത്തിൽ തനിയയിലെ മാധവൻ നായർ, ചാട്ടയിലെ കാളവേലു, ആര്യനിലെ ഉന്തുവണ്ടിക്കാരൻ, 1921 ബീരാൻ, ആരണ്യകത്തിലെ പോലീസുകാരൻ, അബ്കാരിയിലെ ചാത്തുണ്ണി, അമരത്തിലെ പിള്ളേച്ചൻ തുടങ്ങി നിരവധി വേഷങ്ങൾ. കുടിലനായ കഥാപാത്രങ്ങളിൽ നിന്ന് ആർദ്രതയുള്ള കഥാപാത്രങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൂടുമാറ്റം വിസ്മയകരമായിരുന്നു. കോഴിക്കോട്ടെ സജീവമായിരുന്ന നാടക സമിതികളിൽ നിന്നാണ് ഈ നടൻ സിനിമയിലെത്തുന്നത്. ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്ന ബാലൻ കെ നായർ 1971 പുറത്തിറങ്ങിയ മാപ്പുസാക്ഷി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. വില്ലൻ വേഷങ്ങളാണ് ആദ്യകാലത്ത് സിനിമയിൽ അധികവും കിട്ടിയത്. 70കളുടെ അവസാനത്തിൽ തിരക്കുള്ള വില്ലനായി അദ്ദേഹം. MN നമ്പ്യാരോ ജോസ് പ്രകാശോ ബാലൻ കെ നായരോ വില്ലനാവാത്ത മലയാളം സിനിമ ഇല്ലെന്ന മട്ടായി. ആരോടും മറുത്തു പറയാത്ത പ്രകൃതമായിരുന്നു ബാലൻ കെ നായരുടേത്. അതുകൊണ്ടാണ് ഈ ടൈപ്പ് കഥാപാത്രങ്ങളെ മടുത്തിട്ടും വീണ്ടും വീണ്ടും അദ്ദേഹം അത് എടുത്തണിഞ്ഞത്. സിനിമാഭിനയത്തിൽ ബാലൻ കെ നായർക്ക് തുണയായത് നീണ്ടകാലത്തെ നാടകാഭിനയം തന്നെ. നാടകത്തിലെ ഹൃദയബന്ധം സിനിമയിലും അദ്ദേഹം തുടർന്നു പോന്നു. അവിടെ അദ്ദേഹം പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങാൻ കൂട്ടാക്കിയില്ല. തരാത്തവരോട് പരാതി പറയാനും പോയില്ല. അതിനാൽ കിട്ടിയ തുകയേക്കാൾ അധികമായിരുന്നു ഒരിക്കലും മാറിക്കിട്ടാത്ത വണ്ടിച്ചെക്കുകൾ.